ഇടുക്കി പൈനാവിന് സമീപം ജീപ്പ് മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. പൈനാവ് അമൽജ്യോതി സ്പെഷ്യൽ സ്കൂളിന്റെ മതിൽ തകർത്ത് മുറ്റത്തേക്കാണ് വാഹനം മറിഞ്ഞത്. അപകട സമയത്ത് മുറ്റത്തുണ്ടായിരുന്ന സ്കൂൾ കുട്ടികളടക്കം ജീവനക്കാരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി അഖിൽ TS കൂടി ചേരുകയാണ്. അഖിൽ, എന്തൊക്കെയാണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ? ആസ്ഥാനമായ പൈനാവിന് സമീപമാണ് ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് പറയാം. കുത്തനെയുള്ള കയറ്റം കയറുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് പുറകോട്ട് വരികയും പൈനാവ് അമൽജ്യോതി സ്പെഷ്യൽ സ്കൂളിന്റെ മതിൽ തകർത്ത് മുറ്റത്തേക്ക് വാഹനം മറിയുകയുമായിരുന്നു. ഈ വാഹനം മറിയുന്ന സമയത്ത് സ്കൂൾ ഉണ്ടായിരുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികളടക്കമുള്ള ജീവനക്കാരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. വാഹനം പുറകോട്ട് ഉരുണ്ടു വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഓടി മാറുകയായിരുന്നു. അതാണ് ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയത്. ഇത്തരത്തിൽ കോൺക്രീറ്റ് റോഡിലൂടെയുള്ള കുത്തനെ കയറ്റം കയറുന്നതിനിടയിൽ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പൈനാവ് സ്വദേശിയായുള്ള സാബുവിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകൾക്കായി പോവുകയായിരുന്ന യാത്രാ സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ജീപ്പിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ജോജോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജോജോയെ ആദ്യഘട്ടത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തി പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന 4 പേർക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ നിലവിൽ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അഖിൽ TS ആണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.